ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസി നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മൾ സുഹൃത്തുക്കളിൽ തന്നെ പലരെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേഗം എന്ത് ചെയ്യേണ്ടി വരും, ടോയ്ലറ്റിൽ പോകേണ്ടി വരും, ഇല്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നുള്ളത്. ഇത് ചില ആളുകൾക്ക് വൺ ടൈം ഉണ്ടാകാറുണ്ട്, ചിലപ്പം ഒന്നിലധികം തവണ പോകുന്ന കണ്ടീഷൻ വരാറുണ്ട്. ഇതിന് പുറമെ തന്നെ അവർക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ നെഞ്ചരിച്ചിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലോട്ടിങ്, വയറ് വീർക്കുന്ന പോലെ തോന്നുക, ചിലപ്പോൾ വയറ് കാളിച്ചെന്ന പ്രശ്നങ്ങൾ, ചിലപ്പോൾ അതേപോലെ തന്നെ ചില സ്പെസിഫിക് ഫുഡുകൾ കഴിക്കുമ്പോൾ കൂടുതൽ ശോധന ഉണ്ടാകുന്ന അവസ്ഥകൾ കാണാറുണ്ട് എന്നുള്ളതാണ്. ഇത് ആക്ച്വലി IBSൻ്റെ ഒരു ലക്ഷണമാണ്. അതായത് നമ്മുടെ ബവൽസിൽ, നമ്മുടെ കുടലിൽ ഇൻഫ്ലമേഷൻ വരുന്ന സമയത്താണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IBS എന്ന കണ്ടീഷൻ അതെങ്ങനെ ഉണ്ടാകുന്ന, എന്താണ് അതിന് റീസൺസുകൾ, എങ്ങനെ നമുക്കത് ഇല്ലാതാക്കാൻ പറ്റും, IBS ഉള്ള ആളുകൾ കഴിക്കാൻ പാടില്ലാത്ത ചില മെഡിസിൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ കുറേയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു പ്രശ്നങ്ങൾ നല്ല രീതിയിൽ നമുക്ക് കുറച്ച് വരുന്ന നോർമലിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. ഈ IBS ഉള്ള ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് ആദ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിരുമ്പോൾ ഒരു ശോധന പോവാം, അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ലല്ലോ, ടോയ്ലറ്റിലും അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ കരുതും. അതേപോലെ തന്നെ ഇടയ്ക്ക് വയറ് വീർക്കുക, ചിലപ്പോൾ ഒരു മലബന്ധം പോലൊക്കെ അനുഭവപ്പെടും, ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരും. ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കണ്ടു തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പരിധി വിട്ട സിവിയറിലേക്ക് എത്തും. അതായത് ചിലപ്പം ശോധന കൂടുതലായിട്ട് ദിവസം പോകുന്ന അവസ്ഥ വരിക, ചിലപ്പോൾ ചില ദിവസങ്ങളിൽ ശോധന പക്ഷേ ചില ദിവസം തീരെ ഇല്ലാത്ത അവസ്ഥ വരിക. അതായത് IBS-C എന്ന് പറയുന്ന കാറ്റഗറി, അതുപോലെ IBS-D എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ട്. IBS-C എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ, മറ്റ് D എന്ന് പറഞ്ഞാൽ ഡയേറിയ, കൂടുതലായിട്ട് പോകുന്ന അവസ്ഥകൾ വരിക. അതുപോലെ ചിലപ്പോൾ അത് മിക്സ്ഡ് ആയിട്ട് വരും, ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസികളൊക്കെ വരുന്ന. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുടൽ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു നോർമൽ ഫങ്ഷനിങ് നടക്കാത്തത് മൂലമാണ് ആക്ച്വലി ഈ ഒരു ശോധനയുടെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം, ഇങ്ങനത്തെ എല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് നമ്മൾ പോകും, ഡോക്ടർ സ്വാഭാവികമായിട്ടും ഗ്യാസിൻ്റെ ഗുളിക എഴുതും, അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറാനുള്ള ഗുളിക എഴുതും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ എൻഡോസ്കോപ്പി കാര്യങ്ങൾ അല്ലെങ്കിൽ കൊളോസ്കോപ്പിക്ക് ചെയ്യും. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഇതൊക്കെ നോർമലായിട്ടിരിക്കും. അതായത് ടെസ്റ്റുകളൊക്കെ എന്തായിരിക്കും, ബ്ലഡ് ടെസ്റ്റുകളാകട്ടെ എല്ലാതും നോർമലായിരിക്കും എന്നുള്ളതാണ്. ബട്ട് പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം അവസാനിച്ചിട്ടുണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ IBS എന്ന് പറയുന്നത് അതൊരു ഫങ്ഷണൽ ഡിസോർഡറാണ്. അത് നമ്മൾ ഒരു ക്യാമറ നോക്കിയിട്ട് നമ്മൾ നോക്കുമ്പോൾ, ടെസ്റ്റ് ചെയ്യുമ്പോൾ അവിടെ പ്രത്യേകിച്ച് അൾസറുകളോ മുറിവുകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗ്രോത്തുകളായിട്ടോ അങ്ങനെ സാധനങ്ങളൊന്നും പക്ക നോർമൽ ഒരു എൻവയോൺമെൻ്റ് ആയിരിക്കും കുടലിൻ്റെ അകവും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ രക്തം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്തായിരിക്കും, വലിയ തരത്തിൽ ഇൻഫെക്ഷൻ, അതായത് ESR കൂടുതലുണ്ടായിരിക്കില്ല, CRP കൂടുതലുണ്ടായിരിക്കില്ല, HB മറ്റൊക്കെ പല ന്യൂട്രോഫിൽ ഇതൊക്കെ എന്തായിരിക്കും, നോർമലായിരിക്കും, വലിയ വ്യത്യാസമൊന്നും കാണാറുണ്ടായിരിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ബട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷണൽ ഡിസോർഡർ, അതായത് അവിടെ എല്ലാ കാര്യങ്ങളും സ്ട്രക്ചറലി ഓക്കെയാണ്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഫങ്ഷണലി പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഒരു IBS എന്ന് പറയുന്നത്, ഇത് പെട്ടെന്ന് മാറാത്തത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇതിൻ്റെ ഒരു എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ IBS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗട്ട് ബ്രെയിൻ ആക്സിസ് നല്ലോണം ഡിപ്പെൻഡഡ് ആണ്. മറ്റൊന്ന് നമ്മുടെ ഇൻറ്റേർണൽ ബാക്ടീരിയ, ഗട്ടിലുണ്ടാകുന്ന ബാക്ടീരിയയും നല്ലോണം ഡിപ്പെൻഡഡ് ആണ്. മറ്റൊന്ന് നമ്മുടെ ഭക്ഷണവും നമ്മൾ നല്ലോണം ഡിപ്പെൻഡാണ്. ഈ 3 സംഗതികളെയും പ്രോപ്പറായിട്ട് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നോർമലാക്കി എടുക്കാൻ പറ്റും. പഴയൊരു സ്റ്റേജിലേക്ക് നമുക്ക് റിവേഴ്സിബിളാക്കി കൊണ്ടുവരാൻ പറ്റും, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആദികളും ടെൻഷനുകളും ബേജാറുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇൻറ്റെസ്റ്റൈനൽ മൂവ്മെൻറ്റ് നല്ലോണം കൂടും, ഡയറിയും കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് അതേപോലെ തന്നെ ചില ഭക്ഷണശീലങ്ങൾ എന്ത് ചെയ്യും, ഇത് നല്ലോണം ട്രിഗറിങ് ഉണ്ടാക്കാറുണ്ട്. കൂടുതൽ സ്പൈസി ഫുഡുകൾ കഴിക്കുക, അമിതമായിട്ട് കരിച്ചതും പൊരിച്ചതും പ്രോസസ്ഡ് ഫുഡുകൾ കൂടുതൽ കഴിക്കുക, ഇതും നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമ്മുടെ ഇൻറ്റെസ്റ്റൈനിൽ ഉണ്ടാകുന്ന ഒരുപാട് നല്ല ബാക്ടീരിയകളുണ്ട്, ഈ ബാക്ടീരിയകൾ എന്ത് ചെയ്യും, നഷ്ടപ്പെട്ടു, ചത്തുപോകുന്നൊരു അവസ്ഥ വരും എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല, അതിന് കൂടെ എന്ത് ചെയ്യും, വേണ്ടാത്ത അൺവാണ്ടഡ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള പല
തരത്തിലുള്ള ഓർഗാനിസംസ്, അതായത് പലതരത്തിലുള്ള പാത്തജൻസുകൾ എന്ത് ചെയ്യും അവിടെ ഗ്രോ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ഡിസ്ബയോസ് എന്ന് പറയുന്നൊരു ടേമാണ് ഇത് ഡിസ്ബയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിസ്ബയോസിസ് വരലോട് കൂടിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ കംപ്ലീറ്റ് ഡാമേജ് വരും, ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ പേഷ്യൻറ്റിന് എന്താ സംഭവിക്കുക അറിയോ, വയറ് വീർക്കും, ചിലപ്പോൾ വയറുവേദന പോലൊക്കെ അനുഭവപ്പെടും, ചിലപ്പോൾ ഗുളു 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 സൗണ്ടൊക്കെ കേൾക്കും, ചിലപ്പോൾ കൂടുതൽ കീഴ്വായി പോയി അനുഭവപ്പെടും, പോകുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, ഒരു വിശപ്പൊന്നും ഉണ്ടായിരിക്കില്ല, ഇങ്ങനെ പലതരത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. പിന്നെ പ്രത്യേകിച്ച് കീഴ്വായാണെങ്കിൽ നല്ല സ്മെല്ലൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളത്. കാരണം ഈ ഒരു ഓർഗാൻ ഈ ആ ഒരു നമ്മുടെ ഉണ്ടല്ലോ, നമ്മൾ ഭക്ഷണ പദാർത്ഥം ഉണ്ടല്ലോ കുടലുണ്ടാകുന്ന, അതെന്ത് ചെയ്യും ഈ പ്യൂട്രിഫാക്ഷൻ സംഭവിച്ചിട്ട് പലതരത്തിലുള്ള ചീഞ്ഞ് നാറിയിട്ട് അവിടെ എന്ത് ചെയ്യും ഗ്യാസ് ഫോം ചെയ്യുന്ന ഒരു കണ്ടീഷനൊക്കെ വരും. അപ്പോൾ ഈ ഒരു അവസ്ഥ ആക്ച്വലി IBSനോട് ഏറ്റവും റിലേറ്റഡ് ആയിട്ടുണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇത് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടെ നമ്മുടെ ഇൻറ്റസ്റ്റൈനൽ ബാരിയർ എന്ത് ചെയ്യും ഡാമേജ്, ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞാലാണ് അടുത്ത് പിന്നെ എന്താണെന്ന് അറിയാം, ഈ ഫുഡ് അലർജീസുകളുടെ ചില ഭക്ഷണം കഴിച്ചാൽ നമുക്ക് ചൊറിച്ചിൽ വരിക, ഇച്ചിങ് വരിക, ശരീരം മൊത്തം ബുദ്ധിമുട്ടുകൾ വരിക, IG ബോഡിയിൽ കൂടുന്ന അവസ്ഥകൾ വരിക, ഇമ്മ്യൂണിറ്റി പക്ക ഇംബാലൻസ്ഡ് ആകുന്ന അവസ്ഥകളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു IBS ആക്ച്വലി ഒരു ഫങ്ഷണൽ ഡിസോർഡറാണ്. മീൻസ് നിങ്ങളുടെ ഗട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്ന് കറക്റ്റ് പക്ക നമുക്ക് പറഞ്ഞു തരുന്ന സംഗതിയാണ്. അത് നമ്മൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് ഹീൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഈ പറഞ്ഞ പല ലീക്കി ഗട്ട് സിൻഡ്രോം വരാനും പലതരത്തിലുള്ള അസുഖങ്ങൾ, മാറാരോഗങ്ങൾ നമ്മുടെ ബോഡിയിൽ വരും എന്നുള്ള, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വരും എന്നുള്ള. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൈഗ്രെയിനിൽ ഉൾപ്പെടുത്താൻ പറ്റും, റൊമാറ്റിക് ആർത്തറൈറ്റിസ് നമുക്ക് പറയാൻ പറ്റും, പിന്നെ അതേപോലെ ഫുഡ് അലർജീസുകൾ നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള പലതരത്തിലുള്ള നമുക്ക് മാറാരോഗങ്ങൾ പറയുന്നുണ്ടല്ലോ, സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റും. അതേപോലെ ഇൻസോംനിയ, ഉറക്കം കിട്ടാത്ത പ്രശ്നങ്ങൾ, മെൻ്റൽ ഡിസോർഡേഴ്സുകൾ, ഹാപ്പിനെസ് കിട്ടുന്നില്ല, പെട്ടെന്ന് ദേഷ്യം വരിക, ആൻസൈറ്റി കൂടുന്ന കണ്ടീഷനുകൾ, ഇങ്ങനെയുള്ള പല അസുഖങ്ങളുടെയും ബേസിക് റീസൺ ഏതാണ്? ഏറ്റവും ബേസിക് എടുത്ത് പറഞ്ഞ് ഞാൻ പറയും അത് IBSൻ്റെ ഒരു ക്രോണിക് ലെവലിലേക്ക് എത്തും. അത് IBS മാറി പിന്നെ ലീക്കി ഗട്ടായിട്ട് പിന്നെ അങ്ങനെ മാറിപ്പോകുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ IBSനെ നമ്മൾ നിർബന്ധമായിട്ട് പരിഗണിക്കണം. നിങ്ങൾക്ക് IBS ഉണ്ടെന്ന് കരുതി നിങ്ങൾ പോയിട്ട് വേഗം പോയിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കരുത്. ഇപ്പോൾ നിങ്ങൾ അൺവാണ്ടഡ് ആയിട്ട് ഒരിക്കലും ആൻറ്റിബയോട്ടിക് കഴിക്കരുത്. അതേപോലെ ഞാൻ എപ്പോഴും പറയുന്ന പേഷ്യൻ്റ്, നിങ്ങൾ ആവശ്യമില്ലാതെ ഡോക്ടേഴ്സ് പറയാതെ ഒരു ഫിസിഷ്യൻ്റെ സഹായമില്ലാതെ വെറുതെ ആൻറ്റാസിഡ് കഴിക്കരുത് എന്നുള്ളത്. കാരണം ഇത് രണ്ടും നിങ്ങളുടെ ഗട്ടിനെ വളരെ വലിയ രീതിയിൽ ഡാമേജ് വരുത്തുന്നുള്ളതാണ്. ആൻറ്റിബയോട്ടിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് വല്ല പാത്തോജനുകൾ വന്ന് പ്രശ്നം അലമ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെ കൊല്ലാനും വേണ്ടിയിട്ട്, അവരെ നശിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് ആൻറ്റിബയോട്ടിക് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നമ്മളിത് കഴിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത് അറിയുമോ? ഈ വന്ന എക്സസ് ആയിട്ടുള്ള പാത്തോജനിക് ആയിട്ടുള്ള രോഗമുണ്ടാക്കുന്ന പാത്തോജനും അവിടെ നശിക്കും. അതുമാത്രമല്ല നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകൾ എന്ത് ചെയ്യും നശിച്ചു പോകും എന്നുള്ള ഒരവസ്ഥ വരും. അപ്പോൾ നമ്മൾ ഒരു ഡോക്ടർ നിർദ്ദേശിക്കാതെ, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമ്മൾ സെൽഫായിട്ട് തന്നെ ആൻറ്റിബയോട്ടിക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എന്താ ഒരു പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറേ പ്രശ്നങ്ങളുണ്ട്, അതിലൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാകുന്ന നല്ല ബാക്ടീരിയകളൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകുന്നുള്ളതാണ്. നമ്മുടെ കുടലിലുണ്ടാകുന്ന നല്ല ബാക്ടീരിയകളൊക്കെ എന്ത് ചെയ്യും ഈ ആൻറ്റിബയോട്ടിക് അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ എടുത്താൽ എന്ത് ചെയ്യും ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇൻറ്റസ്റ്റൈനിൽ എന്ത് ചെയ്യും അവിടുത്തെ ഫങ്ഷനുകൾക്ക് ആകെ ഡാമേജ്ഡ് ആയി പോകുന്ന ഒരവസ്ഥ വരും. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഗ്യാസിൻ്റെ പ്രശ്നവും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ കൂടി വരെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളതാണ്. അത് കരുതിയിട്ട് ആൻറ്റിബയോട്ടിക് തെറ്റാണെന്നോ അത് കഴിക്കണ്ടെന്നോ അങ്ങനെയല്ല. നമ്മളെപ്പോഴും കൺട്രോൾഡ് ആയിട്ട് ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രമേ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഒരു കുറച്ച് കാലം ആൻറ്റിബയോട്ടിക് എടുത്ത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എടുത്ത് മാറി ഒക്കെ നിങ്ങൾ പ്രശ്നങ്ങളൊക്കെ മാറി, പക്ഷെ അപ്പോഴും നിങ്ങളുടെ ഗട്ടിന് ഒരു അസ്വസ്ഥത ഉണ്ടായിരിക്കും. പല ആളുകൾക്ക് പൊതുവെ കണ്ടുവരുന്ന സാധനമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ഒരു പഴയ റിവേഴ്സിലേക്ക് നമ്മുടെ ബോഡി കൊണ്ടുവരാം, അല്ലെങ്കിൽ ഗട്ടിനെ കൊണ്ടുവരാം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രോബയോട്ടിക്കുകളും പ്രീബയോട്ടിക്കുകളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തൽ വളരെ അത്യാവശ്യമാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, ആൻറ്റിബയോട്ടിക് എടുക്കുന്ന ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസും പ്രശ്നങ്ങളും IBSലേക്ക് വേഗം നമ്മൾ കൊണ്ടെത്തിക്കും. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കുന്നത് ആൻറ്റാസിഡ് മരുന്നുകളുണ്ടല്ലോ അത് കഴിക്കുക. അതായത് ഗ്യാസിനുള്ള മരുന്നുകൾ. അതായത് ചില ആളുകൾ ഗ്യാസ് എന്ത് പ്രശ്നം വന്നാലും ഗ്യാസിന് ഇങ്ങനെ മരുന്നുകൾ കഴിക്കുക, അത് ഡാമേജാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും ഗ്യാസ് എന്ന പ്രശ്നം ഉണ്ടാകുന്നത് ഗ്യാസ്ട്രൈറ്റിസ് മൂലമാണ്. മനസ്സിലായത്? അതായത് നമ്മുടെ കയ്യിന് ഒരു മുറിവുണ്ടായപ്പോൾ നല്ല വേദന വന്നു. അവിടെ നമ്മൾ എന്താ ചെയ്യൽ,
നമ്മളെ മുറിവ് മാറാനാണ് പ്രൈമറി നമ്മൾ നോക്കൽ. വേദന ഉള്ളതുകൊണ്ട് ചെറിയ വേദനക്കുള്ള ഒരു ഗുളിക തരും, അല്ലെങ്കിൽ അതിലൊക്കെ ഒരു മെഡിസിനോട് കൂടെ തരും. പ്രൈമറി ഫോക്കസ് ചെയ്യൽ എന്താണ്, ഈ പറഞ്ഞിട്ടുള്ള ആ മുറിവോടെ മാറി കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ഗട്ടിൽ, എസ്പെഷ്യലി നമ്മുടെ സ്റ്റൊമക്കിൽ, അവിടെ ഇൻഡസ്റ്റൈൽ ഗ്യാസ്ട്രിക് ഇൻഫ്ലമേഷൻ ഒരു ഇൻഫെക്ഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഗ്യാസ്ട്രൈറ്റിസ് അവിടെ മാറണം. ആ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ എഫക്റ്റ് കാരണമായിട്ടാണ് പലപ്പോഴും അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആസിഡിൻ്റെ പ്രശ്നമുണ്ട് കരുതിയിട്ട് നമ്മൾ ആൻറ്റാസിഡ് കഴിക്കുമ്പോഴത്തേക്കും ആസിഡിൻ്റെ പ്രശ്നം അവിടെ മാറും, ബട്ട് അവിടെ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം മാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കയ്യിലൊരു മുറിവുണ്ടായിട്ടുണ്ടെങ്കിൽ വേദന ഉണ്ടെന്ന് കരുതിയിട്ട് വേദന ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് കാര്യമില്ല, മുറിവ് ഉണങ്ങാനുള്ള പണി നോക്കണം. അപ്പോൾ അതേപോലെ തന്നെ ഗ്യാസ് ഉണ്ടെന്ന് കരുതിയിട്ട് ഗ്യാസിൻ്റെ ഗുളിക മാത്രം പലപ്പോഴും കഴിച്ചാൽ നമുക്ക് എഫക്റ്റ് കിട്ടൂല. പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പലതരത്തിലുള്ള ഗ്യാസ്ട്രിക് ലൈനിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനുണ്ട്. ആ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനൊക്കെ പോയാൽ പക്ക നമുക്ക് ഗ്യാസ് മാറിക്കിട്ടുള്ളൂ, ഗ്യാസിൻ്റെ പ്രശ്നം മാറിക്കിട്ടുള്ളൂ. അപ്പോൾ അൺവാണ്ടഡ് ആയിട്ട് നമ്മൾ ഗ്യാസിൻ്റെ മരുന്ന് ഇങ്ങനെ കുടിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, അസിഡിറ്റിൻ്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറയും. അതായത് പിന്നീട് എന്ത് ചെയ്യും, ഹൈപ്പോ അസിഡിറ്റി എന്ന് പറയുന്ന കണ്ടീഷൻ വരും, ഭക്ഷണം ദഹിക്കാത്ത പ്രശ്നം വരും. പ്രത്യേകിച്ച് നോൺ വെജ് ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ദഹനക്കേടുണ്ടാകും, വയറ് വീർക്കും, വയറ് ഭക്ഷണം ശരിക്കും ദഹിക്കൂല, കുറേ സമയം ഭക്ഷണം ദഹിക്കാത്ത ഭക്ഷണം കുടലിൽ കെട്ടിക്കിടക്കും. അത് പിന്നീട് എന്ത് ചെയ്യും, IBSയിലേക്ക് പല ആളുകളിലും ആകുന്ന ഒരു അവസ്ഥ വരാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളും ഗ്യാസിൻ്റെ മരുന്നും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത്, അൺവാണ്ടഡായിട്ട് ഒരു ഫിസിഷ്യൻ്റെ സഹായത്തോട് കൂടി എടുക്കാനേ പാടുള്ളൂ, അല്ലാതെ നമ്മൾ കഴിക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ നമുക്കത് പിന്നീട് ഭാവിയിൽ ഫ്യൂച്ചറിൽ വലിയ തരത്തിലുള്ളത് ദോഷങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെയാണ് IBS ഉള്ള ആളുകൾ ശ്രദ്ധിക്കാനുള്ളത്, ചില ഫുഡുകൾ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ചില ഫുഡുകൾ എന്ത് ചെയ്യും, നമ്മൾ ട്രിഗർ ചെയ്യും. എസ്പെഷ്യലി സ്പൈസി ഫുഡുകൾ, പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ മുരിങ്ങയില പ്രശ്നമുള്ള ആണ് മിക്ക ആളുകളും. അതേപോലെ തന്നെ അച്ചാർ പോലെയുള്ളത്, സുർക്കയിലിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ. ഇതിന് പുറമെ തന്നെ ചില ആളുകൾ ചില സ്പെസിഫിക് ഫുഡുകളുണ്ടാവും, ഡോക്ടർ എനിക്ക് ഈ ഫുഡ് പറ്റി, ഈ ഫുഡ് കഴിച്ചാൽ പ്രശ്നമാണെന്നുള്ളത്. ഇപ്പോൾ ചെമ്മീൻ കഴിച്ചാൽ ബുദ്ധിമുട്ടുള്ള ആളുകൾ, അതുപോലെ ഞണ്ട് കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും, അയല കഴിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഭക്ഷണം നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം. അതേസമയം ഞാൻ പറയും, നിങ്ങൾ കക്കരി നല്ലോണം കഴിച്ചാൽ നല്ലതാണ്, അതുപോലെ ഉറുമാമ്പഴം നല്ലതാണ്, അതുപോലെ നെല്ലിക്ക കഴിച്ചാൽ അത് നല്ലതാണ്. നെല്ലിക്ക എന്ന് പറയുന്നത് ഉപ്പിലിട്ടതല്ല, സാധാ പച്ച നെല്ലിക്ക എന്ത് ചെയ്യുക, 1-2 കഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ഓരോ ബോഡിക്കനുസരിച്ച് നമുക്ക് പക്ക നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ എന്ത് ചെയ്യും, റിവേഴ്സാക്കി കൊണ്ടുവരാൻ പറ്റും. വെറും ഒരു എന്തെങ്കിലും മെഡിസിൻ മാത്രം അല്ല, ഇതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഈ ജീവിതശൈലി നമ്മൾ ക്രമീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ IBS നമുക്ക് പക്ക റിവേഴ്സിബിളാണ്. നമ്മളിത് പലപ്പോഴും രോഗികൾക്ക് പറ്റുന്നത് അവർക്ക് പ്രശ്നം കൂടുന്നത് എപ്പോഴും അറിയാം, പല ടെസ്റ്റുകൾ ചെയ്യും, ആ ടെസ്റ്റുകളൊക്കെ നോർമലാണ്, അവസാനം പറയാം അത് നിങ്ങൾക്ക് തോന്നലാണ്. പേഷ്യൻ്റ് ബൈസ്റ്റാൻഡേഴ്സ് പറയും നീ വെറുതെ പറ്റിക്കുകയാണ്, എനിക്കങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, എനിക്ക് ഒരു സൈക്കാട്രിനെ കാണിച്ചാൽ മതി, കൗൺസിലിംഗ് നടത്തിയാൽ മതി എന്നൊക്കെ പറയും. പക്ഷേ അതങ്ങനല്ല, ആക്ച്വലി ആ രോഗിക്ക് പ്രശ്നം ഉണ്ടായിരിക്കും. പക്ഷേ നമുക്കത് ഒരു ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പലപ്പോഴും അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. ബട്ട് അങ്ങനെയുള്ള രോഗികൾക്ക് എന്ത് ചെയ്യണം, അവരുടെ ലൈഫ് സ്റ്റൈൽ ക്രമീകരിച്ചിട്ട് സപ്പോർട്ടീവായിട്ടുള്ള കുറച്ച് മെഡിസിൻസ് കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നല്ല രീതിയിൽ എന്ത് ചെയ്യും, നമുക്ക് പഴയ റിവേഴ്സ് ഒരു നോർമൽ ഹെൽത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ എന്ത് ചെയ്യും, കൊണ്ടുവരാൻ പറ്റും. ഈ IBS വന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെ പല അസുഖങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ എഴുതി വെച്ചോളി, വാദത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, മൈഗ്രെയിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അലർജിക് ഇഷ്യൂസുകൾ ഉണ്ടാകാറുണ്ട്, PCODൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, ഫാറ്റി ലിവർ ഉണ്ടാകാറുണ്ട്, വയറ് വീർക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്, അത് ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ കൂടാറുണ്ട്, അതുപോലെ പൈൽസിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്, പിന്നെ അൾസറേറ്റീവ് കൊളൈറ്റിസ് പോലെ ഇൻഫ്ലമേറ്ററി കണ്ടീഷനിലേക്ക് കൂടിപ്പോകുന്ന അവസ്ഥകളൊക്കെ പിന്നീട് അത് കണ്ടുവരാറുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ബിഗിനിങ്ങിൽ തന്നെ നമ്മളത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സിംറ്റംസുകൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ തിരിച്ചറിഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പക്ക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഴയ ഒരു സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതിൽ യാതൊരു സംശയമൊന്നുമില്ല. അപ്പോൾ ഈ പറഞ്ഞ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് അല്ലെങ്കിൽ കൂടുതലൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.